അപ്പോൾ നിങ്ങൾ NBA അക്രഡിറ്റേഷന് വേണ്ടി തയ്യാറെടുക്കുകയാണോ? എങ്കിൽ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. കാരണം നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ 2025 സെൽഫ് അസസ്മെന്റ് റിപ്പോർട്ട്, അതായത് SAR, ശരിക്കും അടിമുടി മാറിയിരിക്കുകയാണ്. ഇതൊരു സാധാരണ പേപ്പർ വർക്കിലെ മാറ്റം മാത്രമല്ല, ഇതൊരു പുതിയ ഗെയിം പ്ലാൻ തന്നെയാണ്. ഈ മാറ്റങ്ങളെ എങ്ങനെ നമ്മുടെ സ്ഥാപനത്തിന് ഗുണകരമാക്കി മാറ്റാമെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം, അല്ലേ? ഈ മാറ്റത്തിന്റെ എല്ലാം കാതൽ ഈ ഒരു വാചകത്തിലുണ്ട്. സാർ ഫോമുകളിൽ നിന്ന് ഫ്രെയിംവർക്കുകളിലേക്ക് പരിണമിച്ചു. അപ്പോ എന്താണിതിനർത്ഥം? സിമ്പിളായി പറഞ്ഞാൽ, വെറുതെ കുറെ ചെക്ക് ലിസ്റ്റുകൾ ടിക്ക് ചെയ്തു പോകുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ മികവിന് ഒരു സ്ട്രാറ്റജിക് ഫ്രെയിംവർക്കാണ്. ഇതൊരു ചെറിയ മാറ്റമല്ല, ഒരു വലിയ ഷിഫ്റ്റ് തന്നെയാണ്. ഇനി ഒറ്റ നോട്ടത്തിൽ ഈ മാറ്റങ്ങൾ എങ്ങനെയിരിക്കുമെന്ന് നോക്കിയാലോ? 2015 10 ക്രൈറ്റീരിയകളുണ്ടായിരുന്നത് ഇപ്പോൾ 9 ആയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ കളി ആ നമ്പറിലല്ല, അതിന്റെ സമീപനത്തിലാണ്. തിയറിയിൽ നിന്നും മാറി വിദ്യാർത്ഥികൾക്ക് അവസാനം എന്ത് കിട്ടി, അതായത് ഔട്ട്കം ബേസ്ഡ് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ മുഴുവൻ ഫോക്കസും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡൈനാമിക് ഫ്രെയിംവർക്ക്, അതെന്താണ് സംഭവം? ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. 2025 SAR വെറുമൊരു റിപ്പോർട്ട് ഫയൽ ചെയ്യലല്ല. ഇത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഒരു ബ്ലൂ പ്രിന്റാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, അതായത് SDGs, ഡിജിറ്റൽ ഇന്ത്യ, ഇങ്ങനെയുള്ള വലിയ ദേശീയ ലക്ഷ്യങ്ങൾ വരെ ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ശരി, ഈ മാറ്റങ്ങളിലെ ഏറ്റവും നല്ല വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് ഒഴിവാക്കിയത്? അതായത് സ്ഥാപനങ്ങൾ ഇനി തലപുകയ്ക്കേണ്ടാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. സത്യം പറഞ്ഞാൽ NBA നിങ്ങളുടെ ജോലിഭാരം കുറയ്ക്കാൻ ഒരു വലിയ ക്ലീനപ്പ് തന്നെ നടത്തിയിട്ടുണ്ട്. 1ാം വർഷത്തെ കുട്ടികളുടെ ഔട്ട്കംസ് പ്രത്യേകം ട്രാക്ക് ചെയ്യേണ്ട, ഈ അവ്യക്തമായ ഫാക്കൽറ്റി ഇന്നോവേഷൻ മെട്രിക്കുകൾ വേണ്ട, എന്തിന് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ഡീറ്റെയിൽസ് പോലും ഇനി ആവശ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് നിങ്ങളുടെ ടീമിന്റെ എത്രമാത്രം സമയമാണ് ലാഭിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ക്ലീനപ്പ് നടത്തിയത്? അതിനു പിന്നിലെ ലോജിക് വളരെ സിമ്പിളാണ്. ഓരോ കോളേജിലും ഓരോ രീതിയിൽ നടക്കുന്ന, ശരിക്കും അളക്കാൻ പറ്റാത്ത പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നതിനു പകരം കൃത്യമായി അളക്കാൻ പറ്റുന്ന, സ്റ്റാൻഡേർഡായ തെളിവുകൾ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിലാണ് NBA ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ ഒഴിവാക്കി ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. നിങ്ങളുടെ പഴയ പ്രയത്നം ഒന്നും മുഴുവനായിട്ട് വെറുതെ ആയിട്ടില്ല കേട്ടോ. NBA ഇപ്പോഴും പ്രാധാന്യത്തോടെ നിലനിർത്തിയ കുറേ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, സ്റ്റുഡന്റ് ഫാക്കൽറ്റി റേഷ്യോ, നല്ലൊരു മെന്ററിംഗ് സിസ്റ്റം, സ്റ്റുഡൻസിന്റെ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റുകൾ, പിന്നെ നല്ല പ്ലേസ്മെന്റ് സപ്പോർട്ട്, ഇതൊക്കെ ഇപ്പോഴും വളരെ നിർണായകമാണ്. ചുരുക്കി പറഞ്ഞാൽ, വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ശിലകൾക്ക് NBA ഇപ്പോഴും ഏറ്റവും വലിയ വില കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്താണെന്ന് വെച്ചാൽ, ഈ മേഖലകൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാക്കിയ ഡോക്യുമെന്റേഷൻ വീണ്ടും ഉപയോഗിക്കാം. വെറുതെ പഴയ ഫയലുകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് പുതിയ ക്രൈറ്റീരിയ നമ്പറുകളിലേക്ക് റീമാപ്പ് ചെയ്താലും മാത്രം മതി. ഇത് നിങ്ങളുടെ ടീമിന് ഒരുപാട് സമയം ലാഭിച്ചു തരൂ, അല്ലേ? ശരി, അപ്പം നമ്മൾ എന്തൊക്കെ ഒഴിവാക്കി, എന്തൊക്കെ നിലനിർത്തി എന്നൊക്കെ കണ്ടു. ഇനി ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. എവിടെയാണ് ശരിക്കുള്ള മാറ്റം വന്നത്? NBA പുതിയ മുൻഗണനകൾ എന്തൊക്കെയാണ്? മാർക്കുകൾ എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ പട്ടികയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. ഇതാണ് പുതിയ കളിയുടെ നിയമപുസ്തകം. ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റിന് മാർക്ക് കുറയുന്നു. അതേസമയം ഫാക്കൽറ്റിയുടെ സംഭാവനകൾക്കും സ്റ്റുഡന്റ് സപ്പോർട്ടിന് മാർക്ക് കൂടുന്നു. NBA തരുന്ന സിഗ്നൽ വളരെ വ്യക്തമാണ്. മികച്ച അധ്യാപകരും ഹാപ്പിയായിരിക്കുന്ന വിദ്യാർത്ഥികളുമാണ് ഒരു സ്ഥാപനത്തിന്റെ യഥാർത്ഥ കരുത്ത്. അപ്പോൾ ചോദ്യമിതാണ്, നിങ്ങളുടെ സ്ഥാപനം ഈ പുതിയ മുൻഗണനകൾക്ക് തയ്യാറാണോ? ഈ മാറ്റം എത്രത്തോളം വലുതാണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം. ക്രൈറ്റീരിയ 6, അതായത് ഫാക്കൽറ്റി കോൺട്രിബ്യൂഷൻസ് എന്നതിലേക്ക് ഒന്ന് സൂമിൻ ചെയ്യാം. ഇവിടെയാണ് ഏറ്റവും വലിയ ചില മാറ്റങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് നോക്കൂ. സ്പോൺസേർഡ് റിസർച്ചിനുള്ള മാർക്ക് വെറും 5-ൽ നിന്ന് 15 കുതിച്ചുയർന്നിരിക്കുന്നത്. 3 ഇരട്ടി വർധനവ്. എന്താണിതിനർത്ഥം? വെറുതെ പേപ്പറിൽ ഒതുങ്ങുന്ന റിസർച്ച് പോരാ, ഫണ്ടിംഗ് നേടി നടപ്പിലാക്കുന്ന വലിയ ഇംപാക്ട്ഫുൾ പ്രൊജക്റ്റുകൾക്കാണ് ഇനി ഡിമാൻഡ്. കഥ അവിടെ തീരുന്നില്ല. അതുപോലെ തന്നെ കൺസൾട്ടൻസി വർക്കിനുള്ള മാർക്കും 5-ൽ നിന്ന് 15 ഉയർന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയുമായിട്ടുള്ള കണക്ഷനും അതിലൂടെ വരുമാനമുണ്ടാക്കുന്നതിനും NBA എത്രത്തോളം പ്രാധാന്യം നൽകുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഇത് ഫാക്കൽറ്റിയുടെ കാര്യം മാത്രമല്ല, മികച്ച ഫാക്കൽറ്റിക്ക് വർക്ക് ചെയ്യാൻ നല്ല സൗകര്യങ്ങളും വേണ്ടേ? തീർച്ചയായും വേണം. അതുകൊണ്ടുതന്നെ NBA അടുത്ത ഫോക്കസ് വരുന്നത് സ്ഥാപനത്തിലെ സൗകര്യങ്ങളിലാണ്, പ്രത്യേകിച്ചും ലാബുകളിൽ. 30 മാർക്കിൽ നിന്ന് നേരെ 50 മാർക്കിലേക്ക് ലാബ് ഇൻഫ്രാസ്ട്രക്ചറിന് കിട്ടിയ ഈ ജമ്പ് നോക്കൂ. ഇതിന്റെ അർത്ഥമെന്താണ്? വെറുതെ പേരിന് കുറച്ച് ഉപകരണങ്ങളുള്ള ലാബുകൾ മാത്രം പോരാ, ആധുനികമായ വിദ്യാർത്ഥികൾക്ക് പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റുന്ന നല്ല ടെക്നിക്കൽ സ്റ്റാഫുള്ള ലാബുകൾക്കാണ് ഇനി ഫുൾ മാർക്ക്.
ഇനി മറുവശത്ത് നോക്കിയാൽ ഗവേണൻസുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകളുടെ ഭാരം NBA നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. ഇവിടെ ഫോമിനേക്കാൾ ഫംഗ്ഷനാണ് പ്രധാനം എന്നൊരു വ്യക്തമായ സന്ദേശം അവർ നൽകുന്നു. ഇതൊന്ന് നോക്കിക്കേ. ഗവേണൻസ് ഡോക്യുമെന്റേഷനുള്ള മാർക്ക് 30-ൽ നിന്ന് വെറും 10 വെട്ടിക്കുറച്ചത്. അപ്പോൾ NBA എന്താണ് നമ്മളോട് പറയുന്നത്? ഞങ്ങൾക്ക് കട്ടി കൂടുതലുള്ള ഫയലുകെട്ടുകളല്ല വേണ്ടത്, നിങ്ങളുടെ ഭരണം എത്രത്തോളം എഫക്റ്റീവാണ് എന്നതിന്റെ വ്യക്തവും ചെറുതുമായ തെളിവ് മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ച് നിങ്ങൾക്ക് ഉടൻ തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു ആക്ഷൻ പ്ലാനിലേക്ക് കിടക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതാ നിങ്ങളുടെ പുതിയ ഗെയിം പ്ലാൻ. വെറും 3 സ്റ്റെപ്പുകൾ. ഒന്നാമത്തത്, ഓഡിറ്റ് ചെയ്ത് ഒഴിവാക്കുക. അതായത് ഒഴിവാക്കിയ 25-ലധികം ക്രൈറ്റീരിയകൾക്ക് വേണ്ടി ഇനിയും തെളിവുകൾ ശേഖരിച്ച് സമയം കളയരുത്. രണ്ടാമത്തേത്, റീമാപ്പ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള നല്ല ഡോക്യുമെന്റേഷൻ പുതിയ ഘടനയിലേക്ക് മാറ്റിയെടുക്കുക. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, നിക്ഷേപിച്ച് കെട്ടിപ്പടുക്കുക. ഫാക്കൽറ്റി റിസർച്ച്, ലാബ് സൗകര്യങ്ങൾ പോലെ മാർക്ക് കുത്തനെ കൂടിയ മേഖലകളിൽ നിങ്ങളുടെ സമയവും ഊർജ്ജവും പണവും ഫോക്കസ് ചെയ്യുക. ഈ 3 സ്റ്റെപ്പുകൾ നിങ്ങളുടെ SAR തയ്യാറെടുപ്പ് വളരെ എളുപ്പമാക്കും. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യം ഇതാണ്: നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ ബ്ലൂ പ്രിന്റ് പഴയ കാലത്തിന് വേണ്ടിയുള്ളതാണോ അതോ 2025-ലെ ഭാവിക്ക് വേണ്ടി തയ്യാറാണോ? ഈ മാറ്റങ്ങളെ ഒരു തലവേദനയായി കാണരുത്, മറിച്ച് വളരാനുള്ളൊരു സുവർണാവസരമായി കാണുക. ചിന്തിക്കുക, പ്ലാൻ ചെയ്യുക, മുന്നേറുക.